ആദ്യ രാത്രിയിൽ നിങ്ങൾ പാല് മാത്രമേ കൂച്ചു അല്ലേ? ഇന്ന് നിങ്ങൾ എന്റെ സ്പെഷ്യൽ 100 ചെറുനാരങ്ങയുടെ ശക്തിയുള്ള പാല് കുടിച്ച് സുഖമായി ബാത്റൂമിൽ കിടന്നുറങ്ങ് കേട്ടോ. ഓ എന്റെ ചക്കുളത്തമ്മേ, എന്തോ ഭാഗ്യത്തിന് എനിക്ക് അമ്മായിയമ്മയും നാത്തൂനും ഇല്ലാഞ്ഞത്. അങ്ങനെ ഞാൻ പാലും കൊണ്ട് റൂമിൽ കയറിയപ്പോൾ എന്റെ കുരങ്ങ ഹബ്ബി ആർക്കോ ഫോണിൽ തെറി പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഓ അപ്പൊ ഞാൻ വന്നത് തെറ്റായ സമയത്താണ്. കോൾ കട്ട് ചെയ്ത് അങ്ങനെ കാലിപ്പിൽ ഫോൺ കട്ടിലേക്ക് എറിഞ്ഞ് തിരിഞ്ഞതും ദേ നിൽക്കുന്നു സൗന്ദര്യ റാണി. വേറെ ആര്? ഈ ഞാൻ തന്നെ. അല്ല ഇങ്ങേരെന്താ എന്നെ ഇങ്ങനെ അടിമുടി നോക്കുന്നേ? ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശോ എന്നെ കൊണ്ട് വയ്യ. ഇനി ചിലപ്പോ ഇങ്ങേരെന്റെ സൗന്ദര്യത്തെ മയങ്ങി നിൽക്കുമായിരിക്കും. ഇതൊക്കെ നമ്മളെത്ര കണ്ടിരിക്കുന്നു. ഡി ഓ കുരങ്ങന്റെ അലർച്ച വന്നല്ലോ. അവിടെ കുന്തം വിഴുങ്ങിയത് പോലെ നിൽക്കാതെ ഇങ്ങോട്ട് വാടി. ദേ എടി പോടിന്നൊക്കെ നിന്റെ മറ്റോളെ പോയി വിളിക്കടാ. എന്റെ മറ്റോളെ തന്നെ അടി ഞാൻ വിളിച്ചേ. അതൊക്കെ അവിടെ നിക്കട്ടെ, നീ ഇപ്പൊ എന്നെ എന്താ വിളിച്ചേ? ഡാന്നോ? അതേടാ. എന്താടാ? ഡി പൂത്താങ്കിരി, വയസ്സിന് മൂത്തവരെ ഡാന്നൊക്കെ വിളിക്കണമെന്നാണോ നിന്റെ വീട്ടുകാർ പഠിപ്പിച്ചു വിട്ടേക്കുന്നത്? ആണടാ, അങ്ങനെ തന്നെയാടാ പഠിപ്പിച്ചേക്കുന്നേ. അതിന് നിനക്ക് എന്താടാ പറയടാ. ഡി പുന്നാര മോളെ, നിന്റെ അഭ്യാസമൊന്നും എന്നോട് വേണ്ട. അഭ്യാസം എടുത്ത നീ എന്തോ ചെയ്യുവേടാ. എന്റെ ദൈവമേ, ഏത് സമയത്താണോ എനിക്ക് ഇതിനെടുത്ത് തലയിൽ വെക്കാൻ തോന്നിയത്? ഇന്നുച്ചയ്ക്ക് 12നും 12:30ക്കും ഇടയ്ക്ക്. എന്ത്? അല്ല, നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയ മുഹൂർത്തം ഒന്ന് ഓർമ്മിപ്പിച്ചതാ. ഓ ഇവളെയൊക്കെ. ഡി പുല്ലേ, പാടാകുന്നതിന് മുമ്പേ ആ പാലിങ് താ. ഓ ഇങ്ങർക്കാരെങ്കിലും പാല് വല്ല തലയണ മന്ത്രവും കൊടുത്തിട്ടുണ്ടോ? എന്നും ഇങ്ങനെ രാത്രി പാല് കുടിക്കാൻ? അമ്മായേച്ചനാ പറഞ്ഞേ, എന്നും രാത്രി ബദാം കലക്കിയ പാല് കുടിക്കുന്ന ശീലമുണ്ട് പോലെ. ഇന്നത്തോടെ ആ ശീലമൊക്കെ ഞാനൊരു വഴിക്കാക്കുന്നുണ്ട്. ആ എന്തെങ്കിലും ആകട്ടെ, ഇന്നിങ്ങനെ പാല് കുടിച്ച് തെക്കോട്ടും വടക്കോട്ടും ഓടുന്നത് എനിക്ക് കാണണം. ആർക്കുള്ള പണിയെക്കുറിച്ചാ മോളിങ്ങനെ ഗഹനമായി ആലോചിക്കുന്നേ? ഞാൻ അങ്ങനെ പലതും ആലോചിക്കും. അതൊക്കെ താനെന്തിനാ അറിയുന്നേ? എന്നാ നിങ്ങളുടെ പാല്. അങ്ങനെ പാല് വാങ്ങി വായിലോട്ട് കമിഴ്ത്താൻ തുടങ്ങിയതും പെട്ടെന്നൊന്ന് നിർത്തിയിട്ട് എന്നെ സംശയത്തോടെ നോക്കാൻ തുടങ്ങി. എന്റെ ചക്കുളത്തമ്മേ, നീ ഇങ്ങർക്ക് ഞാൻ പാല് വിമ്മിട്ടത് മനസ്സിലാക്കാണോ? എന്താ? ഒന്നുമില്ല. നീ ഈ പാല് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? ആ ഉണ്ടല്ലോ, കുറച്ച് വിമ്മും കൂടെ കലക്കിയിട്ടുണ്ടായിരുന്നു. നീ വേണേ കുടിച്ചിട്ട് പോടാ. എന്റെ ചക്കുളത്തമ്മേ, സത്യമാണെങ്കിൽ കുറച്ച് ജാടകാട്ടി പറഞ്ഞതാ. അങ്ങനെയെങ്കിലും അങ്ങനെ പാല് മുഴുവൻ കുടിച്ചു തീർന്നിരുന്നെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടിയേനെ. നിന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂല, അതാ ചോദിച്ചത്. നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ വിശ്വസിക്കാൻ. നീ ഒന്ന് പോടാവേ. നീ പാല് കുടിച്ചാലും കുടിച്ചില്ലെങ്കിൽ എനിക്കെന്താടാ? ഞാൻ എന്തായാലും കിടക്കാൻ പോവാ. അപ്പൊ ശരി, സുഖനിദ്ര. ഞാൻ ഒറ്റച്ചാട്ടത്തിന് കട്ടിലേക്ക് കിടന്ന് പുതപ്പും ചുറ്റി അവനെ നോക്കിയപ്പോൾ ഒറ്റ വലിക്ക് അവൻ ആ പാൽ അവന്റെ അണ്ണാക്കിലോട്ട് തള്ളി. അയ്യമ്മ, ഇന്ന് ഞാനൊരു കലക്കും. അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിൽ കിടന്നത് ഞാൻ അവൻ ബാത്റൂമിലേക്ക് ഇറങ്ങി ഓടാനുള്ള കാത്തിരിപ്പിൽ ഇരട്ടി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിലേക്ക് നോക്കിയിരുന്നു. അയ്യോ, കുറെ ആയല്ലോ ഇവൻ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇവൻ എന്താ വയറിളകി ഓടാത്തെ? ആ അമ്മേ, അത്രേ ഞാൻ കേട്ടുള്ളൂ. പിന്നൊരു ഓട്ടമല്ലായിരുന്നു, ഉസൈൻ ബോൾട്ടിനെ പോലെ. അയ്യോ എനിക്ക് വയ്യേ, ഇന്ന് ഞാൻ ചിരിച്ച് ചാകുവേ. കുറച്ചു കഴിഞ്ഞതും അങ്ങനെ ഗർഭിണികളെ പോലെ വയറിന് കൈകൊടുത്ത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും എന്നെ നോക്കി കണ്ണുരുട്ടാൻ തുടങ്ങി. ഞാൻ ലൈറ്റ് ഓൺ ചെയ്ത് അങ്ങനെ ഒന്ന് പുച്ഛിച്ച് കൈയും കെട്ടി നിന്നു. ഡി പുല്ലേ, എന്തുവാടി നീ എനിക്ക് കലക്കി തന്നത്? ഹായ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ പാലിൽ കുറച്ച് വിമ്മിട്ട കാര്യം. ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? നിങ്ങൾക്കിപ്പോ വന്ന് മറവി ഇത്തിരി കൂടുന്നുണ്ട്. പൊന്ന മോളെ, ഞാൻ വേഗം തന്നെ ചെവി പൊത്തി തിരിഞ്ഞു നിന്നു. ഛേ, ഇങ്ങർക്ക് നാണമില്ലേ? എട്ടും പൊട്ടും തിരിയാത്തൊരു പാവം പെണ്ണിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസ്കാരമില്ലാതെ ചീത്ത വിളിക്കാൻ. ഇങ്ങനെ വളരെ വലിയ ബാഡ് ബോയ് ആണ്. ചെവിയിൽ നിന്ന് ഞാൻ കൈയെടുത്തതും അങ്ങയുടെ സൗണ്ടൊന്നും കേൾക്കാനില്ല. തിരിഞ്ഞു നോക്കിയപ്പോ ആൾ നിന്നിട ശൂന്യം. ബാത്റൂമിൽ നിന്ന് അങ്ങേരുടെ രോദനം കേട്ടെങ്കിലും ഞാനതൊന്നും ചെവിക്കൊള്ളാതെ സുഖമായിട്ട് കിടന്നുറങ്ങി. ഏതോ പരട്ട കോഴിയുടെ കൂവക്കം കേട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത്. ഈ നാശത്തിനൊക്കെ കുറച്ച് കഴിഞ്ഞു കൂവിക്കൂടെ മനുഷ്യന്റെ ഉറക്കം കളയാൻ. ഞാൻ കോട്ടുവായിട്ട് മൂരി നിവർന്ന് തുണിയും എടുത്ത് കുളിക്കാൻ ബാത്റൂം തുറന്നപ്പോ ദേ കിടക്കുന്നു എന്റെ കെട്ടിയോ. പറഞ്ഞ പോലെ ഇന്നലെ ഞാൻ കൊടുത്ത പണി എപ്പോഴും ക്ഷീണിതനെ ബാത്റൂമിൽ തന്നെ കിടന്നുറങ്ങി കാണും. പാവം. ഇപ്പൊ ഇവിടുന്ന് തടി തപ്പുന്നതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം തന്നെ ഭർത്താവ് ഭാര്യയെ കൊന്നുവെന്ന ചിത്തപ്പരി എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കേൾക്കേണ്ടി വരും. പുറകുവശത്ത് കുളമുണ്ടല്ലോ, അവിടെ പോയി സുഖമായിട്ട് നീരാടാം. അങ്ങനെ നീരാടിക്കൊണ്ടിരുന്ന നേരത്താണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ മറന്നു പോയാച്ച്. ഇവിടെ നടന്നൊക്കെ കണ്ട് പലർക്കും കൺഫ്യൂഷൻ ആയെന്ന് മനസ്സിലായി. അപ്പൊ അതെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ? ഞാനാണ് അമൃത എന്ന എല്ലാവരുടെയും അമ്മ. വീട്ടിൽ അച്ഛൻ അരവിന്ദൻ, അമ്മ സുജാത, അനിയ അമേഘ്. ഇവർ മൂവരും ഞാനില്ലാത്ത ദുഃഖത്തിൽ സുഖമായിട്ട് കഴിയുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്തെന്നാ, ഇന്നലെ എന്റെ കല്യാണമായിരുന്നു. +2 കഴിഞ്ഞ് എറണാകുളത്ത് ആയുർവേദ നഴ്സിംഗ് പഠിക്കാൻ കറങ്ങി തിരിയുമ്പോഴാണ് എന്റെ ജാതകത്തിൽ വില്ലൻ കയറി വന്നതും ചാടപടയെന്ന് എന്റെ കല്യാണം ഒങ്ങിയെത്തിയത്. അല്ലു അർജുന്റെ വരൻ സിനിമ കണ്ട് പ്രാന്തായ ഞാൻ ചെറുക്കനെ കല്യാണത്തിന് കണ്ടാൽ മതിയെന്ന് പ്രഖ്യാപിച്ചു. ഇതിനെ വേറെന്താ പറയാ, എന്റെ ഓരോ വട്ട്.
അങ്ങനെ കല്യാണ മണ്ഡപത്തിൽ അദ്ദേഹം എന്റെ കഴുത്തിൽ താലി അണിഞ്ഞതും ഞാൻ നാണത്തോടെ എന്റെ ഭർത്തുവിനെ മുഖമുയർത്തി നോക്കിയതും പകച്ചു പോയില്ലേ ഈ ഞാൻ. എന്താ കാരണം? എന്റെ കഴുത്തിൽ താലിയല്ല, ഛേ, ആ ചങ്ങലയണിഞ്ഞ ആ മഹാൻ വേറാരുമല്ല. 2 വർഷം മുമ്പ് ഞാൻ തേച്ച എന്റെ ഓൾഡ് കാമുകൻ ശബരിനാഥായിരുന്നു. അവന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്നോട് പ്രതികാരം വീട്ടാനാണ് അവന്റെ പുറപ്പാട്. ബട്ട് അവൻ അറിയില്ല ഈ ഞാൻ ശരിക്കും ആരാണെന്ന്. ഞാനാരാന്ന് നിങ്ങളിൽ പലർക്കും ഡൗട്ട് കാണാം. ആ, ഞാനാരെങ്കിലും ആവട്ടെ, ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ വെള്ളത്തിൽ കിടന്ന് നീന്തിയിട്ട് തിരിച്ചു വരാം. അങ്ങനെ എന്റെ 1 മണിക്കൂറത്തെ നീരാട്ടിന് ശേഷം ഞാൻ എന്റെ മുറിയിലേക്കുള്ള വാതിൽ തുറന്നത് ദേ നിൽക്കുന്നു യുദ്ധഭൂമിയിൽ ഒരു ഭടൻ. കണ്ടിട്ട് എന്നെ തല കൊയ്യാനുള്ള നിൽപ്പാണെന്നാ തോന്നുന്നു. കണ്ണൊക്കെ ചുവപ്പിച്ച് ഇപ്പൊ എന്നെ കൈ കിട്ടിയ തല്ലിക്കൊല്ലുമെന്നുള്ള അങ്ങയുടെ നോട്ടത്തിൽ ഞാൻ ചെറുതായി പേടിച്ചു. എന്നൊരു സംശയം. എന്തെങ്കിലും ആകട്ടെ, ഇനിയൊരു തല്ല് കിട്ടിയാൽ തന്നെ അതിനുള്ള പണി വഴിയെ കൊടുക്കാം. ഇപ്പൊ ചെറുതായിട്ട് ചെന്നൊന്ന് ചൊറിഞ്ഞു നോക്കാം. അല്ല, ഇതാര്? എന്റെ കണവനോ? ഇതെപ്പ ഇറങ്ങി ബാത്റൂമിൽ നിന്ന്? ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയെന്ന് വിശ്വസിക്കുന്നു. പൊട്ടി വന്ന ചിരി വേഗം തന്നെ കടിച്ചു പിടിച്ച് പുറമേ ഒന്ന് ഇളിച്ചു കാണിച്ചു. ഡി പന്ന മോളെ, എന്റെ കൈയുടെ ചൂടറിയണമെങ്കിൽ ഒരകലത്തിൽ നിന്നോ. ഓ പിന്നെ, നീ അടിക്കാൻ വരുമ്പോ എന്റെ കൈ മാങ്ങ പറിക്കാൻ നിൽക്കുവല്ലേ? ഒന്ന് പോടാ. അവന്റെ ഒരു ഭീഷണി, അത് എന്നോട്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യല്ല. നിനക്കേ ആ അയ്യോ വിടടാ എന്നെ. അവൻ പെട്ടെന്ന് എന്റെ കൈ പിടിച്ച് തിരിച്ചത് ഞാൻ സ്വർഗം കണ്ടു. ആ വിട് വിട് വിടടാ തിണ്ടി എന്നെ. എത്ര പറഞ്ഞിട്ടോ ആ കോപ്പം വിടാതെ എന്റെ കൈ ശക്തിയിൽ മുറുക്കിക്കൊണ്ടിരുന്നു. ഇനി ഒരൊറ്റ വഴിയുള്ളൂ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അയ്യോ, ആരെങ്കിലും ഓടി വരണേ, എന്നെ കൊല്ലുന്നേ, അയ്യോ. ഞാൻ വലിയ വായിൽ അലറി വിളിച്ചതും അവൻ പെട്ടെന്ന് പതറി കൈമാറ്റിയെങ്കിലും എന്റെ കയ്യിലെ ഫോട്ടോസ്റ്റാറ്റ് പോലെയുള്ള അവന്റെ കൈവിരൽപ്പാട് കണ്ടതും ഒന്നുകൂടെ ഉറക്കെ അലറി. അയ്യോ അച്ഛാ, ഓടിവായോ, ഇങ്ങനെ എന്റെ കൈ പിടിച്ച് തിരിച്ചേ, എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യേ. ബാക്കിയും കൂടെ പറയാൻ നിന്നപ്പോഴാണ് അവന്റെ വാ പൊത്തിയത്. ശംഭു, അമ്മു, എന്തിനാടാ കരയുന്നേ? അമ്മായിയച്ച എന്റെ ദീനരോധനം കേട്ട് താഴെ നിന്ന് കാര്യം എന്താണെന്ന് വിളിച്ചു ചോദിച്ചത് എന്റെ ഭർത്താവ് തെണ്ടി എന്നെ നോക്കി കലിപ്പെട്ടു. ഡീ, അടങ്ങിയിരിക്കുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ കൈയും കാലും തല്ലി ഓടിച്ചാൽ എനിക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട. അച്ഛൻ ഇങ്ങോട്ട് കേറി വരുമ്പോ ആ തിരുവാ തുറന്ന് എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാനാണ് പൊന്നുമോളുടെ പുറപ്പാടെങ്കിൽ അറിയാലോ നിനക്കെന്നെ. ഓഹോ, പിന്നെയും ഭീഷണി. നിനക്കുള്ളത് ഞാൻ തരാടാ. അച്ഛന്റെ കാലടി ശബ്ദം കേട്ടതും അവൻ എന്റെ വാ പൊതിഞ്ഞ കൈകൾ അടർത്തി മാറ്റി കണ്ണുകൊണ്ട് വീണ്ടും ഭീഷണി. അമ്മു, എന്തു പറ്റി? മോളുടെ ഒച്ച കേട്ടല്ലേ ഞാൻ? അതൊന്നുമില്ല അച്ഛാ, ഇവളൊരു പാറ്റയെ കണ്ട് പേടിച്ച് നിലവിളിച്ചതാ. ആണോ മോളെ? അവൻ കണ്ണുകൊണ്ട് അതേന്ന് പറയാൻ കണ്ണടച്ച് കാണിച്ചത് ഞാൻ അച്ഛനെ നോക്കി വലിയ വായി കരയാൻ തുടങ്ങി. അച്ഛാ, അയ്യോ എന്താ മോളെ, മോളെന്തിനാ കരയുന്നേ? അച്ഛാ, ഞാൻ ശാമ്പുവേട്ടന് രാവിലെ ചായ കൊണ്ട് കൊടുക്കാത്തന്നെ എന്റെ കൈ പിടിച്ച് തിരിച്ചു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ എന്റെ കൈ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. മോളെ കണ്ടിട്ട് ശാമ്പുത്തണ്ടിയെ നോക്കിയപ്പോ അവ എന്നെ നോക്കി കലിപ്പിക്കുന്നു. നീ എന്നെ ഭീഷണിപ്പെടുത്തും അല്ലേടാ? നിനക്കുള്ള ചായം പരിപ്പോടെ അച്ഛന്റെ കൈന്ന് നേരിട്ട് വാങ്ങിക്കോ. ശംഭു, നിനക്ക് എന്താടാ, ഭ്രാന്തായോ? ഈ ചെറിയൊരു കാര്യത്തിനാണോ നീ ഈ കൊച്ചിനെ ഇങ്ങനെ വേദനിപ്പിച്ചത്? അച്ഛാ, ഇവള് പെരുങ്കളിയാ, ഇവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. അയ്യോ, ഞാൻ എന്തിനാ അച്ഛനോട് കള്ളം പറയുന്നേ? എന്തിനാ ശംഭുവേട്ടാ എന്നെ പെരുങ്കളി എന്നൊക്കെ വിളിക്കുന്നേ? എന്റെ ചക്കുളത്തമ്മേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണോ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഷാളിന്റെ തുമ്പ് കൊണ്ട് വാപൊത്തി കരയുന്ന പോലെ ആക്ട് ചെയ്ത് അവനിൽ നിന്ന് തിരിഞ്ഞ് കണ്ണുനീർ വരാനെ 2 കണ്ണിൽ ഓരോ കുത്തുവെച്ച് ഒരു ഒറിജിനാലിറ്റിക്ക് കണ്ണുനീരും വരുത്തി. ഏതൊക്കെയോ സീരിയലിലെയും സിനിമയുടെയും ഡയലോഗൊക്കെ ഓർത്തെടുത്ത് അച്ഛന്റെ മുൻപിലേക്ക് കരഞ്ഞ് അവതരിപ്പിച്ചു. തെളിവിനായി അവൻ പിടിച്ചു തിരിച്ച കയ്യിലെ പാടും കൂടെ കാണിച്ചു കൊടുത്തു. അല്ല പിന്നെ എന്റെ അടുത്ത് അവന്റെ കളി. ശംഭു, നിന്നിൽ നിന്ന് ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മമ്മോളെ, മോളുടെ വീട്ടുകാർ നമ്മളെ ഒത്തിരി വിശ്വസിച്ചല്ലേ ഇങ്ങോട്ട് അയച്ചേക്കുന്നത്. എന്നിട്ട് നീ ഈ കൊച്ചിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്തിനാ? ഓ പിന്നെ, ഇപ്പൊ എന്റെ വീട്ടുകാർ വല്ലതും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കളി എപ്പോഴേ വെളിച്ചത്ത് വന്നേനെ. അച്ഛാ, ഞാൻ വേണ്ട, നിന്റെ വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട. നീ വേഗം ചെയ്ത തെറ്റിന് അമ്മമ്മോളോട് മാപ്പ് പറ. അച്ഛാ, എന്നെ വിളിച്ച് അലറാന്നല്ല പറഞ്ഞത്, മോളോട് മാപ്പ് പറയാനാ. പറയടാ പട്ടി മാപ്പു. പുള്ളി ഡപ്പാങ്കൂത്ത് നടത്തി പുറമെ സങ്കടഭാവങ്ങൾ വിതറി. അച്ഛാ, അതൊന്നും വേണ്ട, ഏട്ടനൊരു അബദ്ധം പറ്റി, ഞാനത് അപ്പൊ തന്നെ മറന്നു. ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരുന്നാൽ മതി. അത് മോളുടെ നല്ല മനസ്സ് എന്ന് വെച്ച് തെറ്റ് ചെയ്തത് ആരായാലും അതൊരു ഏറ്റുപറച്ചിലൂടെ മാപ്പിലൂടെ പറഞ്ഞ് ഇല്ലാതാക്കണം. ശംഭു, സോറി അമ്മു. അങ്ങനെയല്ല, ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞ് മാപ്പ് പറ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നിന്റെ കൈ പിടിച്ച് തിരിച്ചതിന് സോറി. ഇനി ഇങ്ങനെ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. കലിപ്പിൽ പല്ലൊക്കെ കടിച്ചു പറിച്ചുള്ള അങ്ങയുടെ സോറി പറച്ചില് കുറച്ച് സന്തോഷമൊക്കെ തോന്നിയെങ്കിലും എനിക്കുള്ള പണി ഓൺ ദ വേ ആണെന്ന് ഒരു സൂചന അങ്ങയുടെ നോട്ടത്തിൽ നിന്നുണ്ടായിരുന്നു. ഓ പിന്നെ, ഇതൊക്കെ നമുക്ക് ഗ്രാസാണ്. അച്ഛൻ റൂമിൽ നിന്ന് ഇറങ്ങിയതും ഞാനും കൂടെ ഇറങ്ങി. വെറുതെ എന്തിനാ അവന്റെ കൈക്ക് പണി ഉണ്ടാക്കുന്നത്? അടുക്കളയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വായം പൊളിച്ച് ഞാൻ നോക്കി നിന്നു. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? വീട്ടിലായിരുന്നപ്പോ തിന്നാൻ മാത്രമേ ഞാൻ അടുക്കളയിൽ കയറത്തുള്ളൂ. അതിന് പോരാളി എന്നെ പ്രാകാത്ത ദിവസങ്ങളൊന്നുമില്ല.
അടുക്കളയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനിടയിലാണ് അച്ഛൻ കയറി വന്നത്. ആ, മോൾ എന്താ ഇങ്ങനെ ചുറ്റും നോക്കി നിൽക്കുന്നത്? എന്തു പറ്റി? അടുക്കളയൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ വെറുതെ ചുമ്മാ ഇങ്ങനെ നോക്കുമായിരുന്നു. അല്ല അടുക്കളയാ. പല്ല മുഴുവനും കാണിച്ച് എളിച്ചുകൊണ്ട് പറഞ്ഞതും അച്ഛൻ ചിരിയോടെ ചായക്കുള്ളത് അടുപ്പിൽ വെച്ചു. മോളെ, ആ മുകളിലിരിക്കുന്ന ഓറഞ്ച് കളറിലെ ഡബ്ബെ തേയില ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തേ. തേയില എടുക്കാൻ നോക്കിയപ്പോഴാണ് കുറെ ഓറഞ്ച് കളറിലെ പാത്രങ്ങൾ ഇരിക്കുന്ന കണ്ടത്. ചക്കുളത്തമ്മേ, ഈ തേയിലയുടെ കളർ എന്തുവായിരുന്നു? ആ, ബ്രൗൺ, അത് തന്നെ. അങ്ങനെ 2-3 ഡപ്പ പരിശോധിച്ച് ഒരു ബ്രൗൺ കളർ പൊടി കണ്ടതും ഞാനത് അച്ഛന്റെ നേർക്ക് നീട്ടി. അച്ഛൻ ചിരിയോടെ ഡപ്പ തുറന്നതും എന്നെ നോക്കി അന്തം വിട്ട് നിന്നു. എന്താ അച്ഛാ, തേയില ഇടുന്നില്ലേ? മോൾക്ക് അടുക്കളയിൽ കയറി ഒത്തിരി വശമൊന്നും ഇല്ലല്ലേ? എന്റെ ചക്കുളത്തമ്മേ, ഈ സത്യം അച്ഛൻ എങ്ങനെ മനസ്സിലാക്കി? ഇനി എന്റെ പോരാളിയോ തന്തപ്പൊടിയോ നേരത്തെ പറഞ്ഞു കാണുവോ? എന്താ മോളെ ഇത്ര ആലോചിച്ചു കൂട്ടുന്നേ? അല്ല, അച്ഛൻ എങ്ങനെ മനസ്സിലായി എനിക്ക് പാചകമൊന്നും അറിയത്തില്ലെന്ന്? അതിലിത്ര മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? മോളിപ്പോ തേയിലയ്ക്ക് പകരം എനിക്ക് എടുത്തു തന്നത് ഗരം മസാലയാണ്. അയ്യോ ചമ്മി നാറി, നല്ല വൃത്തിക്ക് നാറി. പോരാളിയുടെ പ്രാക്കാണ്. അന്നേ പറഞ്ഞതാ പാചകം കുറച്ചെങ്കിലും പഠിക്കും. എന്നാൽ ഞാൻ എന്തായാലും നാറി. ഇനി കുളിച്ചു കയറാം. അതച്ഛാ, ഞാൻ കുഞ്ഞല്ലേ, ഞാൻ പതുക്കെ പതുക്കെ പഠിച്ചോളാം. പഠിച്ചാ മതി. കാരണം നിന്റെ കെട്ടിയോ നാവിന് രുചിയുള്ള ആഹാരങ്ങൾ മാത്രമേ അവൻ കഴിക്കാറുള്ളൂ. ഉപ്പോ പുളിയോ എരിവോ ഒന്ന് കൂടിയാ പിന്നെ അവൻ തൊട്ടുപോലും നോക്കില്ല. ഓഹോ, അങ്ങനെയാണല്ലേ? എന്നാ പിന്നെ പൊന്നുമോൻ എന്ന് ഉപ്പും പുളിയും എരിവും കൂടിയ ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി. അപ്പൊ അച്ഛനാണോ ഇവിടെ എന്നും ഭക്ഷണം ഉണ്ടാക്കുന്നത്? അല്ല, അടുക്കളക്കാര്യത്തിന് ഒരു സ്ത്രീയെ ഇവിടെ നിർത്തുന്നുണ്ട്. ദേവകി എന്നാ പേര്. ശംഭുന്റെ ദേവമ്മ. ആളൊരു പാവമ്മ. ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാ. ഒരു മോനുണ്ട്, ശ്യാം. അവൻ കല്യാണം കഴിഞ്ഞത് ഭാര്യയുടെ കൂടെ ഗൾഫിലേക്ക് പറഞ്ഞു. ഇങ്ങനൊരമ്മ ജീവനോടെ ഉണ്ടോന്ന് പോലും അവൻ ഇതുവരെ തിരക്കിയിട്ടില്ല. അടുക്കളപ്പണിക്ക് ഒരു സ്ത്രീയെ വേണമെന്നുള്ള അന്വേഷണങ്ങൾക്കൊടുവിലാണ് ദേവകിയെ കിട്ടുന്നത്. അത്രയും പറഞ്ഞു കഴിഞ്ഞതും അച്ഛൻ എന്റെ നേർക്ക് ചായ നീട്ടി. വേറൊരു കപ്പും കൂടെ എനിക്ക് നൽകി. കെട്ടിയോന് കൊടുക്കാൻ കുറച്ച് ഉപ്പുവാരി ഇട്ടാലോ? വേണ്ട, ഇപ്പൊ ഒരു പണി കൊടുക്കാൻ മൂടില്ല. നാളെ വല്ലോ നോക്കാം. അവന് ചായം കൊണ്ട് റൂമിലേക്ക് കയറിയപ്പോ അവൻ അവിടെ ശരീരം പുഷ്പിക്കുക. കുറച്ച് മസിലുണ്ടെന്ന അഹങ്കാരമാ. പണ്ടും എന്റെ 6 പാക്ക് കണ്ടാണ് ഞാൻ മൂക്കും കുത്തി വീണത്. ഇതൊക്കെ കണ്ടിട്ട് എന്റെ കൺട്രോൾ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് സത്യമാണ്. ഇങ്ങനാണ് പോക്കെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇവനെ കയറി വേപ്പും. അമ്മോ, കൺട്രോൾ യുവർ സെൽഫ്. അല്ല, ഇവൻ ഇന്നലെയല്ലേ ലൂസ് മോഷൻ വന്നത്? ഇങ്ങനെ പുഷപ്പ് എടുക്കാൻ പ്രശ്നമൊന്നും ഇല്ലേ അപ്പോ? അതെന്തെങ്കിലും ആകട്ടെ, ഇപ്പൊ ചായ കൊടുക്കുക. അങ്ങനെ മനസ്സിനെ ഒരുവിധം പഠിപ്പിച്ച് പുഷപ്പ് എടുക്കുന്ന അവന്റെ നേർക്ക് ചായ നീട്ടിയതും അവൻ സംശയ കണ്ണുകളോടെ ചായ എന്നെയും മാറി മാറി നോക്കി. ഇതിൽ നീ എന്താടി ചേർത്തിരിക്കുന്നേ? പഞ്ചാരക്കൊക്കെ എന്താ വില, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തു. കൊണ്ടുപോടി അവിടെ മറ്റിടത്തെ ചായ. വേണ്ടെങ്കി വേണ്ട, ഞാൻ കുടിച്ചോളാം. അവനെ പുച്ഛിച്ച് ചായ വലിച്ചു കുടിച്ചത് അവൻ എന്നെ നോക്കി പല്ലെറിഞ്ഞു. ഡി, അപ്പൊ നീ കള്ളം പറഞ്ഞതായിരുന്നോ? അതെ. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഞാൻ പറയുന്നതൊക്കെ അപ്പാടെ അങ്ങ് വിശ്വസിക്കാം? എടി, നിന്നെ ഇന്ന് ഞാൻ. അച്ഛാ! അവൻ എന്റെ നേർക്ക് ചാടിക്കൊണ്ട് വന്നതും എന്റെ അച്ഛ എന്ന വിളി സ്വിച്ചിട്ട പോലെ അവൻ നിന്നു. എന്താ മോളെ വിളിച്ച്? ശംഭുവേട്ടന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും മതിയെന്ന് പറഞ്ഞു. മോളെ, ഇപ്പൊ ദേവയ്ക്ക് വരും, അവളോട് പറഞ്ഞാ മതി. ശരി അച്ഛാ. അച്ഛനോട് താഴെ വിളിച്ച് പറഞ്ഞത് എന്നെ നോക്കി പല്ല് കടിച്ച് പൊട്ടിക്കുന്ന എന്റെ ഭർത്തുവിനെ നിഷ്കളങ്കമായ ചിരി കണ്ണു ചിമ്മി കാണിച്ചു. ഒരവസരം എനിക്ക് വരുമടി, അന്ന് നിന്റെ അന്ത്യമാ. പിന്നെ അവന്റെ ഭീഷണിയിലൊന്നും ഞാൻ വീഴൂല. മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന് അവൻ വേഗം എനിക്കരികിലേക്ക് തിരികെ വന്നു. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അലമാരയിൽ നിന്ന് അമ്പലത്തിൽ പോയാൽ എനിക്കിടേണ്ട നീല ഷർട്ടൊന്ന് തേച്ചു വെച്ചേക്ക്. തേക്കാനിനി നിന്നെ പ്രത്യേകം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അതേടാ, എനിക്ക് നിന്നെ തേച്ച് നല്ല പരിചയമുണ്ട്. അതിന് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ നിന്നെ തേച്ചത് വെറുതെ ഒന്നും അല്ലല്ലോ, നിന്റെ തനിക്കോണം അറിഞ്ഞിട്ട് തന്നെയാ. നിന്ന് വാചകം അടിക്കാതെ പോയി പറഞ്ഞ ജോലി ചെയ്യടി തേപ്പുകാരി. കൊണ്ടു, നല്ല ആഴത്തിൽ തന്നെ കൊണ്ടു. ഞാൻ തേപ്പുകാരി, നീ മാന്യനുമല്ലേ? നിനക്ക് ഷർട്ട് തേച്ച് തരണമല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലട പട്ടി. നിന്റെ ഷർട്ട് നിന്ന് ഞാൻ. പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം കേട്ടു. ആരും പേടിക്കേണ്ട, എന്റെ ഫോൺ ബെല്ലടിച്ചതാ. പ്രൈവറ്റ് നമ്പർ ആണല്ലോ. ഇതിപ്പോ ആരാണോ എന്തോ. ഹലോ ഹലോ അമ്മൂസേ. ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ കേട്ട പോലെ. ഹലോ ഡി അമ്മു, ഇത് ഞാനാ മാളു. ഓഹോ, ഇവളായിരുന്നോ? ഇവളെ ഒന്ന് കൈ കെട്ടാൻ കാത്തിരിക്കുവായിരുന്നു ഞാൻ. ഇവൾ ഒറ്റ ഒരുത്തി കാണാണ് എനിക്ക് ആ കുരങ്ങനെ കെട്ടേണ്ട ഗതികേട് വന്നത്. കല്യാണമൊക്കെ ആകുമ്പോ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് ഒരു പുതിയ രീതിയൊക്കെ വേണമെന്ന് ഇവളുടെ വാക്ക് കേട്ടാണ് ഞാൻ വരൻ സിനിമയെ അല്ലു അർജുൻ ചെയ്ത പോലെ ചെറുക്കനെ കല്യാണത്തിന് കണ്ടാ മതിയെന്ന് പറഞ്ഞത്. എന്നിട്ട് ഈ നാശ എന്റെ കല്യാണത്തിന് വന്നത് പോലുമില്ല. ഡാ അമ്മൂസേ, നിനക്ക് സുഖം തന്നെയല്ലേ? ഇപ്പൊ പറയട്ടെ കിളവി, നിന്റെ വാക്കും കേട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടിയതും പോലെ ഇപ്പൊ എന്റെ സുഖവരെ അന്വേഷിക്കാൻ വന്നേക്കുന്നു. അതിന് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ആട്ടുന്നത്? ഒരു നല്ല ഐഡിയ പറഞ്ഞു തന്നതിന് നീ എന്നോട് താങ്ക്സ് പറയാണ് വേണ്ടത്. അതിന് നീ എന്നെ ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ ആട്ടിയത് വളരെയധികം വിഷമം തോന്നുന്നുണ്ട് അമ്മൂസേ. ഓവർ ആക്ടിങ് നിർത്തടി. നിനക്കറിയാവോടി പുല്ലേ, ഇന്നലെ എന്റെ ലൈഫിൽ എന്തൊക്കെയാ നടന്നതെന്ന്?
അത് ചോദിക്കാനാടി ഞാൻ വിളിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ? നീ കയറി ആക്രാന്തൊന്നും കാണിച്ചില്ലല്ലോ അല്ലേ? ആക്രാന്തമോ? എന്തിന്? ഓ, ഒന്നും അറിയാത്തൊരു ഇള്ളക്കുഞ്ഞ്. ഡി പുല്ലേ, ഞാൻ നിന്റെ ഫസ്റ്റ് നൈറ്റിന്റെ കാര്യമാ ചോദിച്ചു. ഓ, ഇവളെ ഇന്ന് ഞാൻ എടി മത്തങ്ങ തലച്ചി. നിനക്കറിയാവോ എന്റെ കെട്ടിയോ ആരാന്ന്? അതിപ്പോ നീ പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ? ഓഹോ, അതൊക്കെ ഇവിടെ നിക്കട്ടെ. നീ ഇന്നലെ എവിടെയായിരുന്നു? ഓ, അതൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. മെനിങ്ങാന്ന് നിന്റെ വീട്ടിലോട്ടൊന്നും പറഞ്ഞിറങ്ങിയ എന്നെ പിന്നെ ഇന്നലെ ഉച്ചയൊക്കെ ആയപ്പോഴാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടത്. പോലീസ് സ്റ്റേഷനോ? നീ എന്തിനാടി അങ്ങോട്ട് പോയത്? പോയതല്ലടി, അവര് തൂക്കിയെടുത്തോണ്ട് പോയതാടി എന്നെ. എന്തിന്? അത് പിന്നെ നാടോ റോട്ടിലിരുന്ന് മദ്യപിച്ച് അലമ്പുണ്ടാക്കിയ പോലീസുകാര് വെറുതെ വിടുവോ? ഓ, നിന്റെ തലയ്ക്ക് വല്ലതും കുഴപ്പമുണ്ടോ റോഡിന്റെ നടുക്കിരുന്ന് മദ്യപിക്കാൻ? പറ്റിപ്പോയടി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞ അത് മദ്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഫ്രിഡ്ജിലിരിക്കുന്നത് ആപ്പിൾ ജ്യൂസ് ആണെന്ന് വിചാരിച്ചെടുത്തതാ. കുടിച്ചു കഴിഞ്ഞ് ലക്കായിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടി ബോധം വന്നപ്പോഴാണ് മനസ്സിലായത് പപ്പ അമ്മ അറിയാതെ നല്ല കൂടിയനെ റം ആപ്പിൾ ജ്യൂസിന്റെ കുപ്പിയിൽ നിറച്ചു വെച്ചേക്കുമായിരുന്നെന്ന്. ആഹാ, അന്തസ്. അല്ല, നീ ഇപ്പൊ എവിടെ? വേറെ എവിടെ പോവാനാ? ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. പപ്പ ഇന്നലെ രാവിലെയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നത്. അല്ല, ഈ നമ്പർ ആരുടെയാ? അത് റോഡിൽ കിടന്ന് ആടിപ്പാടിക്കൊണ്ടിരുന്നപ്പോ മൊബൈലൊക്കെ എങ്ങോട്ടോ തെറിച്ചുപോയി. ഇത് പുതിയതാ. ഓ, നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിരിക്കാണ്. നീ ഇന്നലത്തെ ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം പറ കോപ്പേ. ഉണ്ടോ? നീ വെച്ചിട്ട് പോയോന്ന്? ഇവിടെ എനിക്ക് പ്രാണവേദന നിനക്ക് വീണവായന്. നീ എന്താടി പിച്ചിമ്പയും പറയുന്നേ? വട്ടായോടി നിനക്ക്? ആ കുരങ്ങന്റെ കൂടെ ഇനിയുള്ള എന്റെ ജീവിതമെങ്കിൽ ഉറപ്പായി ഞാനൊരു ഭ്രാന്തിയാകും. എന്താടി, കെട്ടോ ടെററാണോ? ഇതതുക്കും മേലെയാടി. എന്ന് വെച്ചാൽ ഡേ, എറണാകുളത്ത് വെച്ച് ഞാനൊരുത്തന്നെ തേച്ചില്ലായിരുന്നോ? ആ, എനിക്കറിയാം. നല്ല വെളുത്ത നുണക്കുഴിയുള്ള 6 പാക്ക് ബോഡിയുള്ള ചേട്ടനല്ലേ? ഓഹോ, ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ. നീ പിന്നെ എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചേക്കുന്നേ? അല്ല, നീ എന്തിനാ ഇപ്പൊ അവനെ കുറിച്ചൊക്കെ പറഞ്ഞു? എന്താടി, നിനക്കിപ്പോഴും അവനെ മറക്കാൻ കഴിഞ്ഞില്ലേ? കോപ്പാണ് ഡി പട്ടി. അവനാടി എന്നെ കെട്ടിയേക്കുന്നേ. വാട്ട്? കല്യാണം കഴിഞ്ഞത് നിന്റെ ഉള്ള ബോധം കൂടി പോയോടി? ഓ, ഇവളെയൊക്കെ ഏത് നേരത്താണോ? ഞാൻ പിന്നെ ഇന്നലെ നടന്നത് മുഴുവൻ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുത്തു. വാവ്, എന്നാലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലടി. നീ അങ്ങനെ തേച്ചിട്ട് അങ്ങനെ നിന്നെ തന്നെ കെട്ടിയില്ലേ? അവനാണ് ആൺകുട്ടി. അവൾ അത് പറഞ്ഞതും അമ്മുവിന്റെ മുഖം വീർത്തു.